നരസിംഹ ചതുർദശി ദിനത്തോടനുബന്ധിച്ച് ഇസ്കോൺ SV ഭക്തവൃന്ദം അവതരിപ്പിക്കുന്ന നാടകം ദിവ്യഗർജനം. സൃഷ്ടിയുടെ സമയത്ത് ബ്രഹ്മാവ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രജകളെ സൃഷ്ടിക്കുന്നതിനായി 4 മുനികുമാരന്മാർക്ക് ജന്മം നൽകി. പക്ഷേ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരും നിവൃത്തി മാർഗ തൽപരരുമായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവർ സദാ ഭഗവാനിൽ ചിത്തമുറപ്പിച്ചവരും മോക്ഷപരായണരുമായിരുന്നു. ആയതിനാൽ അവർ സൃഷ്ടികർമ്മത്തിൽ നിന്ന് പിന്മാറി. ഒരിക്കൽ അവർ ഭഗവത് ദർശനത്തിനായി വൈകുണ്ഠത്തിലെ 6 കവാടങ്ങൾ കടന്ന് സപ്തമ കവാടത്തിന് മുന്നിലെത്തി. ഹേ ബാലകന്മാരെ, ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇവിടേക്ക് വന്നത്? ബ്രഹ്മാവിൻ്റെ മാനസപുത്രരായ സനകാദികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രഭുവിനെ ദർശിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വൈകുണ്ഠത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഭഗവാന്റെ വിശ്രമ സമയമാണ്. ഈ സമയത്ത് ആരെയും ഭഗവാനെ ദർശിക്കുവാൻ അനുവദിക്കുന്നതല്ല. ആത്മരാമന്മാരായ ഞങ്ങൾക്ക് എവിടെയും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. മാർഗതടസ്സം സൃഷ്ടിക്കാതെ ഭഗവത് ദർശനത്തിനായി അനുവദിച്ചാൽ. സാധ്യമല്ല ബാലകന്മാരെ, ഭഗവാനെ ദർശിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല. ഭഗവാനെ നിരന്തരം ഉപാസിച്ചതിൻ്റെ ഫലമായാണ് ഇവിടെ ഉള്ളവർക്കെല്ലാം വൈകുണ്ഠപ്രാപ്തി ലഭിച്ചത്. പരമശാന്തനായ ഭഗവാന്റെ ദ്വാരപാലകന്മാരായ നിങ്ങൾക്ക് മാത്രം എന്ത് സ്വഭാവദോഷമുണ്ടായത്? സർവ്വതിനെയും സ്വകുക്ഷിയിലൊതുക്കി കഴിയുന്ന ഭഗവാനിൽ ബുദ്ധിമാനായവൻ ഭേദബുദ്ധി ദർശിക്കില്ല. ദേവവേഷമണിഞ്ഞ നിങ്ങൾക്ക് മാത്രമെന്തേ ശരീരഭേദം കൊണ്ടുള്ള ഭയമുണ്ടായി? വൈകുണ്ഠവാസിയായ ഭഗവാന് നിങ്ങൾ കളങ്കമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭേദബുദ്ധിയോടുകൂടിയും പാപചടിലവുമായ ലോകത്തെ പ്രാപിക്കട്ടെ. ഹേ മൂഢന്മാരെ, നിങ്ങൾ രജസ് തമസുകൾ സ്പർശിക്കാത്ത ഭഗവാന്റെ പാദമൂലത്തെ സേവിക്കാൻ യോഗ്യരല്ല. ആയതിനാൽ നിങ്ങൾ പാപികൾ കുജിതമായ അസുരയോനിയിൽ പിറക്കട്ടെ. ഹേ സനകാദികളെ, എൻ്റെ പാർഷദന്മാരായ ഇവർ 2 പേരും എൻ്റെ പരമഭക്തരായ നിങ്ങളോട് അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു. ഇവർക്ക് ശാപമോക്ഷത്തിനു ശേഷം ഇവിടേക്ക് തന്നെ മടങ്ങി വരാനുള്ള അനുഗ്രഹം നൽകിയാലും. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ബ്രാഹ്മണ പൂജ കേവലം ലീല മാത്രമാണ്. സ്വഭാഷതരായ ഈ ജയവിജയന്മാർക്ക് രക്ഷയോ ശിക്ഷയോ അങ്ങ് തന്നെ നൽകുക. നിരപരാധികളായ ഇവരെ ശപിച്ചതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെയും ശിക്ഷിച്ചാലും ഭഗവാനെ. ഋഷീശ്വരന്മാരെ, ഇവർ 2 പേരും ഉടൻ തന്നെ അസുരജന്മം കൈവരിച്ച് നമ്മെ ശത്രുവായി കരുതി നമ്മെ മാത്രം സദാ ചിന്ത ചെയ്ത് കഴിയും. ഒടുവിലിവർ നമ്മുടെ കരം കൊണ്ട് മരണം വരിച്ച് നമ്മുടെ സവിധത്തെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് നാം അവർക്ക് കൽപ്പിക്കുന്ന ശിക്ഷ. അടിയങ്ങളോട് ക്ഷമിച്ചാലും ഭഗവാനെ. ബ്രാഹ്മണ നിന്ദയുടെ ഫലമായി നിങ്ങൾ എന്നിൽ ശത്രുതാ മനോഭാവമുള്ളവരായി അല്പനാൾ ഭൂമിയിൽ കഴിയുക. അതിനുശേഷം തിരികെ പോരുക. അല്ലയോ പിതാവേ, നാം അങ്ങയുടെ ആജ്ഞപ്രകാരം സൃഷ്ടികർമ്മം നടത്തുന്നതായിരിക്കും. പക്ഷേ അവിടുന്ന് നമുക്കും നമ്മുടെ പ്രജകൾക്കുമുള്ള സ്ഥലങ്ങൾ കൽപ്പിച്ചു തന്നാലും. സർവ്വജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയായ പൃഥ്വി രസാതലത്തിൽ ആഴ്ന്നു കിടക്കുകയാണ്. അവിടുന്ന് അവളെ ഉദ്ധരിക്കുന്നതിനായി പ്രയത്നിച്ചാലും.
ഏതൊരു ഹൃദയത്തിൽ നിന്നാണോ നാം ഉത്ഭവിച്ചത്, ആ ജഗദീശ്വരൻ തന്നെ നമുക്ക് ഉപായം കാണിച്ചു തരട്ടെ. यज्ञांगाय शुभांगाय सर्वज्ञाय परात्मने श्रीवराहस्वामिये नमः श्रवद्दुण्डाय तीराय परब्रह्मस्वरूपिणे वक्रदंष्ट्राय नित्याय नमो नैर्नाभविक्रमात् श्रीवराहस्वामिये नमः. സനകാദികളുടെ ശാപത്താൽ ജയവിജയന്മാർ കശ്യപന്റെ പുത്രന്മാരായി ദിതിഗർഭത്തിൽ 100 വർഷത്തോളം കിടന്ന് ലോകത്തിൽ പിറന്നു വീണു. ദിതിയുടെ പരാക്രമശാലികളായ 2 പുത്രന്മാർ കരിങ്കലിന് സമാനമായ കാഠിന്യത്തോടുകൂടിയും മെയ്ബലത്തോടുകൂടിയും വളർന്നു വന്നു. ആകാശം മുട്ടുന്ന കിരീടം ധരിച്ചും ദിക്കിടം ഭേദിക്കുന്ന തോൾവളകൾ അണിഞ്ഞും ഭൂമി കുലുക്കിയും അവർ മതിച്ചു നടന്നു. ആ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് കശ്യപൻ യഥാക്രമം ഹിരണ്യാക്ഷനെന്നും ഹിരണ്യകശിപു എന്നും പേരുകൾ നൽകി. ഹിരണ്യാക്ഷൻ തൻ്റെ ഗദയും ചുഴറ്റി സർവ്വലോകങ്ങളും കീഴടക്കി ഒടുവിൽ സമുദ്രത്തിലെത്തി. ഹേ വരുണദേവ, എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ തോന്നി. അല്ലയോ സുരേന്ദ്ര, നാം ഇവിടെ ശാന്തനായി കഴിയുകയാണ്. നിന്റെ യുദ്ധമോഹം ശമിപ്പിക്കുവാൻ ഈ ലോകത്ത് ശ്രീഹരിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നീ അദ്ദേഹത്തെ സമീപിക്കൂ. ഹേ ജഗന്നാഥ, അടിയനെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണമേ. നമ്മെ ഈ രസാതലത്തിൽ നിന്നെടുത്ത് നമ്മുടെ പൂർവ്വസ്ഥാനത്തേക്ക് കൊണ്ടുപോകണമേ. ഭഗവാനെ, നമ്മെ രക്ഷിച്ചാലും. ഭഗവാനെ, രക്ഷിച്ചാലും രക്ഷിച്ചാലും. ഭഗവാനെ, അങ്ങേയുള്ളവളുടെ പ്രാർത്ഥന കേട്ടുവോ? ജഗത്പതേ, അങ്ങയുടെ ദർശനത്താൽ നാം ധന്യയായി. എന്തൊരു രൂപമാണ് ഹരി നിന്റെ. മ്ലേച്ഛമായ ഈ സൂകര രൂപം നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. ഹേ കാട്ടുമൃഗമേ, നീ അവളെ ഈ ഭൂമിയെ വിട്ടേക്ക്. അവളെ ബ്രഹ്മാവ് രസാതലവാസികളായ ഞങ്ങൾക്ക് തന്നതാണ്. ഹേ മായാവി, നീ ഞങ്ങളുടെ അസുരകുലത്തെ നശിപ്പിക്കുന്നു. പക്ഷേ ഇത്തവണ നാം നിന്നെ വധിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുക്കളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ഹേ അസുരാധമ, നീ പറഞ്ഞത് സത്യമാണ്. നിന്നെ പോലെയുള്ള ശ്വാക്കളെ വേട്ടയാടുന്ന കാട്ടുമൃഗമാണ് നാം. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം വജ്രദന്തധര
രക്ഷാകവചം. वसति दशन शिखरे धरणी तव लग्ना. वसति दशन शिखरे धरणी तव लग्ना. शशिनि कलंक कलेव निमग्ना. शशिनि कलंक कलेव निमग्ना. केशवधृता शूकर रूपा जय जगदीश हरे. जय जगदीश हरे. जय जगदीश हरे. केशवधृता शूकर रूपा जय जगदीश हरे. जय जगदीश हरे. जय जगदीश हरे. ഇല്ല, ഇത് നാം ക്ഷമിക്കില്ല ഹരി. നീ വീണ്ടും തെറ്റ് ചെയ്തിരിക്കുന്നു. ഇത്തവണ നീ ഇല്ലാതാക്കിയത് ഹിരണ്യാക്ഷനെയാണ്, നമ്മുടെ സഹോദരനെ. നിന്റെ അന്ത്യം നമ്മുടെ കരങ്ങൾ കൊണ്ടായിരിക്കും. ഓം ബ്രഹ്മദേവായ നമഃ. 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 നോക്കിയാലും ദേവേന്ദ്ര, പാദാംകുഷ്ഠം മാത്രം ഭൂമിയിലൂന്നി എത്ര കഠിനമായ തപസ്സാണ് ഈ അസുര രാജാവ് ചെയ്യുന്നത്. ഈ കഠിന തപം കൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്നുളവാകുന്ന താപം ഊർധ്വലോകങ്ങളും അധലോകങ്ങളും തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേ വായുദേവ, കൂടാതെ നദികളും സമുദ്രങ്ങളും ക്ഷോഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാ നോക്കൂ, ദ്വീപുകളും പർവ്വതങ്ങളും അടങ്ങിയ ഭൂമി ഇതാ ഇളകിത്തുടങ്ങി. അതാ അവിടേക്ക് നോക്കൂ ദേവേന്ദ്ര. ശുക്രാദി ഗ്രഹങ്ങളോടുകൂടിയ നക്ഷത്രങ്ങൾ സ്വസ്ഥാനത്തു നിന്നും നിലം പതിച്ചു. വരൂ ദേവന്മാരെ, ഇവന്റെ ഈ കഠിന തപസ് സദുദ്ദേശത്തോടു കൂടിയതല്ല. ബ്രഹ്മദേവനെ പോയി കണ്ട് നമ്മുടെ സങ്കടമുണർത്തിക്കാം. കൂടാതെ ഹിരണ്യപത്നി കയാധു ഈ അസുരന്റെ ബീജത്തെ ഗർഭം ധരിച്ചിരിക്കുന്നു. അതെങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റൂ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. श्रीमन्नारायण नारायण नारायण. भजमन नारायण नारायण नारायण.
രക്ഷിക്കണേ, നമ്മെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. രാജൻ അങ്ങ് എന്താണ് ചെയ്യുന്നത്? വിടു നമ്മുടെ നാരായണ നാരായണ. ഹേ ദേവേന്ദ്ര, അങ്ങ് എന്താണ് ഈ പ്രവർത്തിക്കുന്നത്? അക്രമം സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും പാടില്ല എന്നുള്ളത് ദേവേന്ദ്രനായ അങ്ങേക്ക് നാം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ദേവശത്രുവായ ഹിരണ്യകശിപുവിന്റെ വീര്യം ഇവളുടെ ഗർഭത്തിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് പ്രസവം വരെ ഇവൾ എന്റെ അധീനതയിലിരിക്കട്ടെ. ഹിരണ്യകശിപുവിന്റെ വീര്യത്തിലുണ്ടായ പുത്രനെ ഇല്ലാതാക്കിയതിനു ശേഷം നാം ഇവളെ മോചിപ്പിക്കുന്നതായിരിക്കും. ഇവൾക്കു ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പാപഹീനനും ജന്മനാ തന്നെ ഭഗവത് ഭക്തനുമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് അവനെ വധിക്കുവാൻ സാധ്യമല്ല. ഭഗവാൻ വാസുദേവനെ സേവിക്കുന്നവരെ നശിപ്പിക്കുവാൻ ആർക്കാണ് സാധിക്കുക? ക്ഷമിക്കണം മാതേ, നമ്മോട് ക്ഷമിച്ചാലും. പുത്രി കയാതു, നിന്റെ ഭർത്താവ് മടങ്ങി വരുന്നത് വരെ നിനക്ക് നമ്മുടെ ആശ്രമത്തിൽ യാതൊരു ഭയവും കൂടാതെ വസിക്കാവുന്നതാണ്. വന്നാലും. നാരായണ നാരായണ. കയാതു താൻ ഇച്ഛിക്കുന്ന കാലത്ത് പ്രസവം നടക്കണമെന്നും അതുവരെ ഗർഭം ക്ഷേമത്തോടുകൂടിയിരിക്കണമെന്നും സങ്കൽപ്പിച്ച് നാരദമുനിയെ ഭക്തിപൂർവം സേവിച്ചു. നാരദ മഹർഷി പരിശുദ്ധമായ ജ്ഞാനത്തെയും ഭാഗവത ധർമ്മതത്വത്തെയും കയാതുവിന് ഉപദേശിച്ചു കൊടുത്തു. സ്ത്രീ സ്വഭാവം ഹേതുവായും കാലം നിമിത്തമായും മുനി ഉപദേശിച്ചു കൊടുത്തത് കയാതു മറന്നുപോയെങ്കിലും അവളുടെ ഉദരത്തിലുള്ള ഗർഭസ്ഥ ശിശു അതെല്ലാം ഗ്രഹിച്ചിരുന്നു. ഓം ബ്രഹ്മദേവായ നമഃ. 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 ഹേ കശ്യപസുത, എഴുന്നേറ്റാലും. നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ തപസ് സഫലമായിരിക്കുന്നു. നിന്റെ തപസ്സിൽ സന്തുഷ്ടനായ നാം ഇതാ അഭീഷ്ട വരദാനം നൽകാൻ വന്നിരിക്കുന്നു. ഇഷ്ടമുള്ള വരം വരിച്ചാലും. ഈ കഠിന തപസ് എന്നിൽ ആശ്ചര്യം ജനിപ്പിക്കുന്നു. പുത്ര, നിന്റെ ശരീരത്തിലെ മാംസം, രക്തം മുതലായവയെല്ലാം ഉറുമ്പുകളും പുഴുക്കളും ഭക്ഷിച്ചു തീർന്നിരിക്കുന്നു. നിന്റെ പ്രാണൻ നിലനിൽക്കുന്നത് കേവലം എല്ലുകളെ ആശ്രയിച്ചു മാത്രമാണ്. ഇത്രയും കഠിനമായ തപസ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഭാവിയിൽ ആരും ചെയ്യാൻ പോകുന്നതുമില്ല. ജലപാനം പോലുമില്ലാതെ 100 ദിവ്യവത്സരക്കാലം പ്രാണങ്ങളെ ധരിക്കാൻ ആർക്കാണ് കഴിയുക? അതിനാൽ നാം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നതായിരിക്കും. कल्पान्ते कालसृष्टेन यदन्धेन तमसावृतम् अभिव्यनग् जगदिदं स्वयं ज्योतिस्वरोचिषा आत्मना त्रिवृता चेदं सृजति अवति लुम्पति रजसत्त्व तमोधाम्ने पराय महते नमः. കല്യാണം ഭവതു പുത്ര, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അമരത്വം വരമായി നൽകിയാലും ബ്രഹ്മദേവ. സൃഷ്ടികർത്താവായ നമുക്ക് പോലും മരണമുണ്ടെന്നിരിക്കെ നാം നിനക്ക് എങ്ങനെ അമരത്വം വരമായി നൽകാനാണ്? മറ്റിഷ്ടവരങ്ങൾ വരിച്ചാലും പുത്ര. എങ്കിൽ നമുക്ക് നിൻ തിരുവടിയാൽ സൃഷ്ടിക്കപ്പെട്ട യാതൊന്നിനാലും മരണം സംഭവിച്ചുകൂടാ എന്ന വരം നാം വരിക്കുന്നു. ഗ്രഹാദികളുടെ അകത്തോ പുറത്തോ, രാത്രിയിലോ പകലോ, ഭൂമിയിലോ ആകാശത്തോ നമുക്ക് മരണം സംഭവിക്കരുത്.
മനുഷ്യരാലോ മൃഗങ്ങളാലോ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും ജീവികളാലോ ദേവന്മാരാലോ അസുരന്മാരാലോ സർപ്പങ്ങളാലോ ആയുധങ്ങളാലോ നമുക്ക് മരണം സംഭവിച്ചുകൂടാ. യുദ്ധത്തിൽ നമുക്ക് സമനായി ആരും ഉണ്ടാകരുത്. സർവ്വജീവികളുടെയും മേഘാധിപതി നാം മാത്രമായിരിക്കും. സർവ്വലോകപാലകന്മാർക്കുണ്ടാകുന്ന മഹിമ അങ്ങേക്കുള്ളതുപോലെ നമുക്കുമുണ്ടായിരിക്കണം. തപസ്, യോഗം മുതലായവ നിമിത്തമുണ്ടാവുന്ന പ്രഭാവം നമുക്കുമുണ്ടാകണം. ഈ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചാലും ബ്രഹ്മദേവ. മകനെ, നീ ചോദിച്ച വിധത്തിലുള്ള വരങ്ങൾ സാധാരണഗതിയിൽ പ്രദാനം ചെയ്യാൻ പ്രയാസമാണ്. എങ്കിലും നിന്നോടുള്ള വാത്സല്യ നിമിത്തം നാം അവയെ നൽകുന്നു. തഥാസ്തു. ഹരി, നിന്റെ അന്ധകനിത വരുന്നു. എന്നാണോ നീ എൻ്റെ മുന്നിൽ വരുന്നത്, അന്ന് നിന്റെ അന്ത്യമായിരിക്കും. ദേവന്മാരും ബ്രാഹ്മണന്മാരും നടത്തുന്ന യാഗമാണ് നിന്റെ ശക്തിയെന്ന് നമുക്കറിയാം. ഇനി അവരുടെ നാവിൽ നിന്റെ നാമം ഉണ്ടാകില്ല. അവരെ ഉപദ്രവിച്ചാൽ ഭീരുവായി നീ നമ്മുടെ മുന്നിൽ വരുമോ ഹരി? വേദങ്ങൾ, ബ്രാഹ്മണന്മാർ, ദേവന്മാർ, ഗോക്കൾ, ധർമ്മം, ഇതെല്ലാം നാം ഈ ലോകത്തിൽ നിന്നും ഇല്ലാതാക്കും. ഓം കേശവായ നമഃ. ഓം നാരായണായ നമഃ. ഓം മാധവായ നമഃ. ഓം ഗോവിന്ദായ നമഃ. ധിക്കാരി, നീ എന്താണ് പുലപ്പുന്നത്? എന്ത് ധൈര്യത്തിലാണ് നീ അവന്റെ നാമം ഉച്ചരിക്കുന്നത്? മൂടാ, ജപിക്കൂ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. നമ്മുടെ ആജ്ഞ ധിക്കരിച്ച് അവന്റെ നാമം ഉച്ചരിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഹേയ് സുന്ദരി, സാക്ഷാൽ ഭഗവാനായ ഹിരണ്യകശിപു നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ പുഷ്പഹാരം? അരുത് അരുത് അസുര രാജാവേ, ഇത് അവിടത്തേക്കുള്ളതല്ല. ഇത് ഭഗവാൻ നാരായണൻ സമർപ്പിക്കാനുള്ളതാണ്. മൂടേ, നിർത്തൂ. നമ്മുടെ മുന്നിൽ അവന്റെ നാമം ഉച്ചരിക്കുവാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നാരായണ. ബ്രഹ്മാവിൽ നിന്ന് വരം സിദ്ധിച്ച ഹിരണ്യകശിപു ദ്വിഗ്വിജയത്തിനായി ഇറങ്ങിത്തിരിച്ചു. ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, ഗന്ധർവന്മാർ, പക്ഷികൾ, സർപ്പങ്ങൾ, സിദ്ധചാരണ വിദ്യാധരന്മാർ, ഋഷികൾ, പിതൃക്കൾ, മനുക്കൾ, യക്ഷന്മാർ, രക്ഷസുകൾ, പിശാചുക്കൾ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ തുടങ്ങി സർവ്വപ്രാണിവർഗത്തിൻ്റെയും അധിപന്മാരെ കീഴ്പ്പെടുത്തി. ദ്വിഗ്പാലകന്മാരുടെ തേജസ്സും സ്ഥാനമാനങ്ങളും അപഹരിച്ചു. ദേവലോകത്തെ വാസസ്ഥലമാക്കി കൽപ്പിച്ചു. ശ്രേഷ്ഠവും സർവ്വസമൃദ്ധിയോടുകൂടിയ ഇന്ദ്രഭവനത്തെ അവൻ സ്വഭവനമാക്കി അതിൽ വസിക്കാൻ തുടങ്ങി. ദേവലോകത്തെ വിശിഷ്ടമദ്യം സേവിച്ചുകൊണ്ടവൻ സിദ്ധവിദ്യാധരന്മാരെ കൊണ്ടും ഋഷികളെ കൊണ്ടും അപ്സരസുകളെ കൊണ്ടും അവനെ സ്തുതി പാടിപ്പിച്ചു.
ഭഗവാനെ, നാരായണ, രക്ഷിച്ചാലും. ദുഷ്ടനായ ഹിരണ്യകശിപുവിൽ നിന്നും ഈ ലോകത്തെ രക്ഷിച്ചാലും. वनमाली गदीशार्ङ्गी शङ्खी चक्री च नन्दकी श्रीमान्नारायणो विष्णुर्वासुदेवोऽभिरक्षतु वनमाली गदीशार्ङ्गी शङ्खी चक्री च नन्दकी श्रीमान्नारायणो विष्णुर्वासुदेवोऽभिरक्षतु वनमाली गदीशार्ङ्गी शङ्खी चक्री च नन्दकी श्रीमान्नारायणो विष्णुर्वासुदेवोऽभिरक्षतु ദേവശ്രേഷ്ഠരെ, ഭയപ്പെടാതിരിക്കുക. നാം എല്ലാം അറിയുന്നു. ദുഷ്ടനായ ഹിരണ്യകശിപുവിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. നമ്മുടെ ഭക്തനായ പ്രഹ്ലാദിനെ എപ്പോഴാണോ അവൻ ഉപദ്രവിക്കുന്നത്, അപ്പോൾ നാം അവനെ വധിക്കുന്നതായിരിക്കും. പുത്ര പ്രഹ്ലാദ, നീ എന്തിനെയാണ് ഉത്കൃഷ്ടമായി കരുതുന്നത്? തത്സാധു മന്യേ സുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാമ സദ്ഗൃഹാത് ഹിത്വാത്മപാതം ഗൃഹമന്ദകൂപം വനം ഗതോ യദ്ദരിമാശ്രയേത. ദേഹികൾ അസത്തായിരിക്കുന്ന പ്രാപഞ്ചിക സുഖങ്ങൾ സത്യമാണെന്ന് കരുതുന്നു. ഇത് ആത്മനാശവും ഭയവും നൽകുന്നു. അതിനാൽ ശ്രേയസിനെ കാക്ഷിക്കുന്ന പുരുഷൻ സർവവും വെടിഞ്ഞ് കാനനത്തിൽ പോയി നാരായണനെ ഭജിക്കണം. പിതാവേ, ഇതാണ് നാം ഏറ്റവും ഉത്കൃഷ്ടമായി കാണുന്നത്. കുട്ടികൾ വിചാരശക്തി കുറഞ്ഞവരാണ്. അന്യരുടെ ചിന്തയ്ക്കനുസരിച്ച് അവരുടെ ബുദ്ധിയും ചലിക്കും. ഷണ്ട, അമർക്ക, ഭഗവാൻ ഹിരണ്യകശിപു വിജയിക്കട്ടെ. പറയൂ രാജൻ. വിഷ്ണുപക്ഷത്തുള്ള ചില ബ്രാഹ്മണന്മാർ അസുര വേഷം ധരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. അവരുടെ ദുരുദ്ദേശങ്ങളിൽ പെടാതെ എൻ്റെ പുത്രനെ നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. ഉത്തരവ് മഹാരാജൻ. വരൂ പ്രഹ്ലാദ, നമുക്ക് ഗുരുകുലത്തിലേക്ക് പോകാം. പ്രഹ്ലാദ, നീ സത്യം പറയണം. വിഷ്ണുവിനെ ആശ്രയിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും നിന്നെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നിനക്ക് എങ്ങനെ ഈ വിപരീത ബുദ്ധി ഉണ്ടായി? അന്യരാരെങ്കിലും ഉപദേശിച്ച് വിട്ടതാണോ, അതോ നിനക്ക് സ്വയം തോന്നിയതോ? നിന്റെ ആചാര്യന്മാരായ ഞങ്ങളോട് നീ എല്ലാം തുറന്നു പറയുക. കാന്തത്തിന്റെ സമീപത്തിലിരിക്കുന്ന ഇരുമ്പ് മറ്റൊരു കാരണവും കൂടാതെ തന്നെ അതിന്റെ സമീപത്തേക്ക് നീങ്ങുന്നത് പോലെ എൻ്റെ മനസ്സ് ചക്രപാണിയായ ഭഗവാന്റെ സന്നിധിയിലേക്ക് ചലിക്കുന്നു. ധിക്കാരി, ആരവിടെ? ചൂരലെടുത്ത് കൊണ്ടുവരിക. ഇവൻ നമുക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കുന്നവനാണ്. കുലനാശം വരുത്തുവാൻ പ്രയത്നിക്കുന്ന ഈ ദുർബുദ്ധിയെ നേർവഴിക്ക് നയിക്കുവാൻ ദണ്ഡം മാത്രമേ രക്ഷയുള്ളൂ. അതേ സഹോദര, അസുരന്മാരാകുന്ന ചന്ദനവനത്തെ നശിപ്പിക്കാനുള്ള മൂലവൃക്ഷമാണിവൻ. അസുരവൃക്ഷത്തിൻ്റെ മൂലം ഛേദിക്കുന്ന കോടാലിയാണ് വിഷ്ണുവെങ്കിൽ ഇവൻ അതിൻ്റെ കൈപ്പിടിയാകുന്നു. നാരായണ നാരദരെ, അങ്ങ് വീണ്ടും വീണ്ടും അവന്റെ നാമം ഉച്ചരിക്കുന്നു. നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ പുത്രനെയും പത്നിയെയും സംരക്ഷിച്ചതുകൊണ്ട് നാം അങ്ങയോട് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങ് എന്താണ് കശ്യപപുത്ര ഇങ്ങനെ ചിന്താകുലനായിരിക്കുന്നത്?
ഏതോ മായാവികൾ വന്ന് നമ്മുടെ പുത്രനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങയുടെ പ്രശസ്തിയിൽ അസൂയ പൂണ്ട ആരെങ്കിലും ആയിരിക്കും അവരെ പറഞ്ഞുവിട്ടത്. അങ്ങ് എന്തായാലും കരുതിയിരുന്നോളൂ രാജൻ. നാരായണ ഹിരണ്യായ നമ ഹിരണ്യായ നമ ഹിരണ്യായ നമ. പിതാവേ, ആയുഷ്മാൻ ഭവ പുത്ര. പുത്ര പ്രഹ്ലാദ, ഗുരുകുലത്തിൽ വെച്ച് നീ എന്തെല്ലാമാണ് അധ്യയനം ചെയ്തത്? ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണാ, ക്രിയേതാ ഭഗവത്യഥാ തന്മന്യേധീതമുത്തമം. ഭഗവത് മഹാത്മ്യം കേൾക്കുക, കീർത്തിക്കുക, ഭഗവത് സ്വരൂപത്തെ സ്മരിക്കുക, ഭഗവാന്റെ പാദകമലങ്ങൾ സേവിക്കുക, പൂജിക്കുക, ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ ദാസന്മാരാണ് താനെന്ന ഭാവത്തിൽ കഴിയുക. ഇങ്ങനെ നവവിധ ഭക്തി സേവനം അഭ്യസിക്കുന്നുവെങ്കിൽ അതാണ് സർവശ്രേഷ്ഠമെന്ന് നാം കരുതുന്നു. ഷണ്ട, അമർക്ക, ബ്രാഹ്മണധമന്മാരെ, ദുർമതികളെ, നിങ്ങൾ ഇതെന്താണ് നമ്മുടെ മകനെ പഠിപ്പിച്ചത്? ആ ഹരിയെ സേവിക്കുന്നവരാണോ നിങ്ങൾ? അതുകൊണ്ടാണോ നമ്മെ ധിക്കരിക്കാൻ നമ്മുടെ മകനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഹേ രാജൻ, അങ്ങയുടെ പുത്രൻ പറയുന്നതൊന്നും ഞങ്ങളോ മറ്റുള്ളവരോ പഠിപ്പിച്ചതല്ല. ഈ ബുദ്ധി അവന് ജന്മസിദ്ധമാണ്. അവിടുന്ന് ഞങ്ങളിൽ ദോഷം ആരോപിക്കരുത്. അവിടുത്തെ ഞങ്ങളോടുള്ള കോപത്തെ നിയന്ത്രിക്കണം. ഹേ കുലനാശക, ഇതെല്ലാം നിന്നെ ഗുരു പഠിപ്പിച്ചതല്ല എങ്കിൽ ഈ ബുദ്ധി നിനക്ക് എവിടുന്നുണ്ടായി? അല്ലയോ അസുരരാജൻ, സുഖഭോഗസ്ഥരുടെ ബുദ്ധി യാതൊരു കാരണവശാലും ഭഗവാൻ ഹരിയിൽ പ്രവേശിക്കുകയില്ല. അവർക്ക് സ്വയം ബുദ്ധി തോന്നുകയും ഇല്ല. ദുഷ്ടമനസ്സോടുകൂടിയവന് ഒരിക്കലും നാരായണനെ അറിയുവാൻ സാധ്യമല്ല. അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന അന്ധന്മാരെ പോലെ മായയിൽ മോഹിതരായി കഴിയുന്നു. ഹേ രാക്ഷസന്മാരെ, നിങ്ങൾ അവനെ കൊണ്ടുപോയി വധിച്ചു കളയുക. അതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും അവൻ അർഹിക്കുന്നില്ല. രോഗം ബാധിച്ച ശരീരഭാഗം മുറിച്ചു കളയണമെന്നാണല്ലോ. കൊണ്ടുപോകൂ അവനെ. ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞ കേൾക്കേണ്ട താമസം അസുരന്മാർ പലവിധത്തിലും പ്രഹ്ലാദനെ വധിക്കാൻ നോക്കി. മദയാനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കാൻ ശ്രമിച്ചു. ഓം നമോ നാരായണായ. വിഷസർപ്പങ്ങളെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുവാൻ നോക്കി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മാരകായുധങ്ങൾ കൊണ്ട് വധിക്കാൻ ശ്രമിച്ചു. ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയായ ഹോളികയെ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൽ നിന്നെല്ലാം പ്രഹ്ലാദൻ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ
ഭഗവാൻ ഹിരണ്യകശിപു വിജയിക്കട്ടെ. പറഞ്ഞാലും ഗുരുപുത്ര. അല്ലയോ പ്രഭു, അപ്രിയമായ ഒരു സത്യം പറയാൻ വന്നതാണ്. പ്രഹ്ലാദൻ സ്വന്തം ബുദ്ധി നശിപ്പിച്ചതുപോലെ മറ്റുള്ള അസുരബാലന്മാരെല്ലാം അവൻ്റെ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവരെല്ലാം ഹരിയുടെ ഉപാസകന്മാരായി മാറിയിരിക്കുന്നു. ഹേ ദുർമതേ, നമ്മുടെ ആജ്ഞ ധിക്കരിച്ച് നിന്നെ നാം ഇതാ യമലോകത്തേക്ക് അയക്കാൻ പോകുന്നു. നീ എന്ത് കണ്ടിട്ടാണ് മൂടാ സർവലോകത്തിന്റെ അധിപനായ നമ്മെ ധിക്കരിക്കുന്നത്? സർവലോകത്തിൻ്റെയും അധിപൻ അങ്ങല്ല പിതാവേ, സാക്ഷാത് നാരായണനാണ്. എന്നിലും അങ്ങിലും സർവചരാചരങ്ങളിലുമുള്ളത് സർവനിയന്താവും കാലസ്വരൂപനുമായ ആ ഭഗവാനാണ്. അതിനാൽ അങ്ങ് ഈ അസുരഭാവം വെടിഞ്ഞ് ഭഗവാനിൽ അഭയം പ്രാപിച്ചാലും. മരണത്തെ കൊതിക്കുന്ന നീ എന്തെല്ലാമാണ് പുലമ്പുന്നത്? മൃത്യു അടുത്തവർ പറയുന്നത് പരസ്പര വിരുദ്ധമായിരിക്കും. എന്നിൽ നിന്നും മഞ്ഞനായ ഒരു ജഗദീശ്വരൻ സർവത്ര വസിക്കുന്നു എന്നാണോ നീ പറയുന്നത്? എവിടെയാണോ അവനിരിക്കുന്നത്? ഈ കാണുന്ന സിംഹാസനത്തിലുണ്ടോ അവൻ? ആ കാണുന്ന മരത്തിലുണ്ടോ? നമുക്ക് അവൻ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണവൻ? ഈ കാണുന്ന തൂണിലുണ്ടോ നിന്റെ ഹരി? എവിടെ അവൻ? നമ്മുടെ ഭഗവാൻ ഈ തൂണിലുമുണ്ട് പിതാവേ. ഈ തൂണിലോ? വിപരീത ബുദ്ധി, നിന്റെ ശിരസ് നാം ഇത് അച്ഛേദിക്കാൻ പോകുന്നു. ആരാണ് നീ? എവിടെയാണ് നീ മറഞ്ഞിരിക്കുന്നത്? വാരണാണ്ഡം പരവര വിരടം ടംപടം പോരുടംപം ഡിം 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 ഡിഡിംബം ദഹമപി ദഹമൈ ജംപ ജംപൈശ്ച ജംപൈഃ തുല്യാസ്തുല്യാസ്തു തുല്യാഃ ധുമ ധുമ ധുമകൈഃ കുങ്കുമാങ്കൈഃ കുമാങ്കൈഃ ഏതത്തേ പൂർണ്ണയുക്തം അഹരഃ കരഃ പാതു മാം നാരസിംഹഃ.
മാതേ, അങ്ങ് പ്രഭുവിന്റെ സമീപം പോയി അദ്ദേഹത്തിനെ ശാന്തനാക്കിയാലും. ദേവേന്ദ്ര, നമ്മോട് ക്ഷമിച്ചാലും പ്രഭുവിൻ്റെ അടുത്തോട്ട് പോകുവാൻ നാമും അശക്തയാണ്. പുത്ര പ്രഹ്ലാദ, നീ തന്നെ നിന്റെ പ്രഭുവിന്റെ സമീപത്തേക്ക് പോകുക. നിന്റെ പിതാവിന് നേരെ കോപിച്ചിരിക്കുന്ന ഭഗവാനെ നീ തന്നെ സമാധാനിപ്പിക്കേണ്ടതാണ്. ഭഗവാനെ, അങ്ങ് ശാന്തനായാലും ബുദ്ധിഹീനനായ നമ്മുടെ പിതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവിടുന്ന് കോപത്തെ വെടിഞ്ഞാലും. പ്രഹ്ലാദ, നീ നമ്മുടെ ഉത്തമ ഭക്തനാണ്. പുത്ര, ആരാണോ നിന്റെ നാമവും ചരിതവും സ്മരിക്കുന്നത് അവർ നമ്മുടെ പരമഭക്തനായിത്തീരും. പറയൂ പുത്ര, നാം നിനക്ക് എന്താണ് നൽകേണ്ടത്? അങ്ങയോടുള്ള അചഞ്ചലമായ ഭക്തിയല്ലാതെ നമുക്ക് ഒന്നും തന്നെ വേണ്ട ഭഗവാനെ. എങ്കിലും ഒരു വരം നാം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രഭാവം അറിയാതെ പോയ നമ്മുടെ പിതാവിനെ മുക്തനാക്കി തീർക്കണേ ഭഗവാനെ. പുത്ര, നിന്റെ പിതാവിന് മോക്ഷം ലഭിച്ചിരിക്കുന്നു. നിന്നെപ്പോലുള്ള പരമഭക്തൻ ജന്മം കൊണ്ടതുകൊണ്ട് ആ വംശത്തിലെ 21 തലമുറയിലെ പിതൃക്കൾക്ക് വരെ മോക്ഷം ലഭിച്ചിരിക്കുന്നു. നമ്മിൽ ഭക്തിയുള്ളവനായി ഈ മന്വന്തരം മുഴുവൻ സർവ ഐശ്വര്യത്തോടുകൂടി വാഴുക. केशवधृता नरहरिरूपा जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे. केशवधृता नरहरिरूपा जय जगदीश हरे.